നമ്മുടെ ഓക്കെ, നിങ്ങളുടെ മാർക്കൊക്കെ ഞാൻ നോക്കും, പേടിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കും. യെസ്. അപ്പോൾ നമ്മുടെ ഇന്നലെ തന്ന ചോദ്യത്തിൽ 2 സംശയങ്ങളാണ് കുട്ടികൾക്ക് വന്നത്. ഒന്ന്, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ഒരു മിനിറ്റ്, ഈ ചിത്രം വരക്കുന്ന ആൾക്കാരെ ഒന്ന് പിടിക്കട്ടെ ആദ്യം. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും സ്ക്രീനിൽ നോക്കുക. ഞാൻ ഇന്നലെ കുട്ടികൾ ഡൗട്ട് പറഞ്ഞ ഒരു ചോദ്യം ഞാൻ ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ഇന്ന് നടന്ന പരീക്ഷയിൽ കേട്ടോ. ഈ ഒരു കുട്ടി, ഒരാൾ ചോദിച്ചതാണ് EGIK, പിന്നെ അതിൻ്റെ ഇങ്ങനെ വന്നിട്ടുണ്ട് LJHF എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. ഇയുടെ തൊട്ടടുത്ത നമ്പർ ആൽഫബറ്റ് എന്ന് പറയുന്നത് EF ആണ്. ഓക്കെ, ജിയുടേത് H ആണ്. അറ്റത്തുനിന്ന് ഇങ്ങോട്ട് ആണ് എഴുതുന്നത് എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അവസാനത്തു നിന്ന് ഇങ്ങോട്ടാണ് എഴുതുന്നത്, അത്രേ ഉള്ളൂ. IJ കണ്ടോ, IJKL. അപ്പോൾ സാധാരണ നമ്മൾ ഇയിൽ നിന്ന് ഈ ഫസ്റ്റ് നമ്പറാണ് എഴുതാറുള്ളത്, പക്ഷേ ഇത് അവസാനം കൊണ്ടേ എഴുതി, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് സമയം കൂടി അഡ്മിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്മിഷൻ ഇല്ല, അഡ്മിഷൻ ക്ലോസ്ഡ്. ഓക്കെ, ചിലപ്പോൾ ഭക്ഷണം കഴിച്ച് ഓടി വരികയായിരിക്കും, അപ്പോൾ നമ്മൾ അവരെ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ മോശമല്ലേ. 9:20 വരെ നമുക്ക് ചെയ്യാം. നാളെ തൊട്ട് നമുക്ക് 9:15 വരെ ചെയ്യാം, കുഴപ്പമില്ല. അഥവാ നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ല പേടിക്കൊന്നും വേണം, നാളെയും ഇത് കാണാമല്ലോ. പക്ഷേ ലൈവ് കാണുന്നതിൻ്റെ ഗുണമുണ്ടാവില്ല എന്നേ ഉള്ളൂ നമുക്ക്. യെസ്, ഇനി നമുക്ക് ഇതിൻ്റെ ഉത്തരമാണ് എഴുതേണ്ടത്. SUWY. അപ്പോൾ എസ് കഴിഞ്ഞിട്ടുള്ളത് അവസാനം വരണം, അപ്പോൾ ടി ആയിരിക്കും ലാസ്റ്റ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ നോക്കുക, ടി ലാസ്റ്റ് വരുന്ന ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ST ലാസ്റ്റ് വരുന്നത്. ഇനി വേണമെങ്കിൽ ഇത് ശരിയാണോ നോക്കാം. UV, ഇവിടെ V വരണം. യെസ്, ലാസ്റ്റത്തിൻ്റെ തൊട്ട് മുന്നേ V വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുന്നില്ലേ, ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി, ക്ലിയർ ആയിട്ട് കാണും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാവർക്കും അത് റെഡിയായി എന്ന് വിചാരിക്കുന്നു. കുറേ ആളുകൾ, പ്രത്യേകിച്ചും 8ാം ക്ലാസ്സിലെ കുട്ടികൾ അത് ചോദിച്ചിരുന്നു. മറ്റുള്ളവർക്ക് അത്ര പ്രശ്നമില്ല, കാരണം അവർ ഓൾറെഡി അത് പഠിച്ചതാണ്. യെസ്, അപ്പം ഞാനിനി ഞാൻ ആൻസർ തെറ്റിയ ഒരു ചോദ്യം കൂടെ പറയാം. അപ്പം നിങ്ങൾക്ക് തെറ്റിയ ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. തെറ്റിയതൊക്കെ എഴുതിയെടുത്ത് പഠിച്ചു വെക്കണം, കാരണം ഇതേ ചോദ്യം ഞാൻ അടുത്ത ആഴ്ച വീണ്ടും തരുന്നതായിരിക്കും. അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ നിങ്ങളത് നോക്കി വെക്കണം. ഓക്കെ, ശരി. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൗണ്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് എന്തിനാ വെച്ചാൽ ക്ലാസ് ഒക്കെ ഒന്ന് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയാക്കി തരും കേട്ടോ. ഇപ്പം നമ്മൾ തൽക്കാലം നിങ്ങൾ അടങ്ങിയിരിക്കുക, മെസ്സേജ് മാത്രം അയച്ചാൽ മതി. ഓക്കെ, യെസ്, ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കണേ. 9:24 9:24 പിന്നെ -6 ഇതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എൻ്റെ ഫേസ് പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു, ചിലർക്ക് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് ഒഴിവാക്കാം. ഓക്കെ, ഇപ്പോൾ റെഡിയാണ്. നിങ്ങളുടെ സ്ക്രീൻ ഒന്നും നീക്കിയാൽ മതിയേ. കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രീൻ നീക്കിയാൽ മതി, കാണും. ഇനി വേണമെങ്കിൽ ഞാനൊന്ന് താഴേക്ക് എഴുതാം. ഓക്കെ, കാണാത്തവർക്ക് വേണ്ടി ഞാനതൊന്ന് ഇപ്പുറത്തേക്ക് നീക്കിയിട്ടുണ്ട്. യെസ്, ഇനി 9 നിന്ന് എങ്ങനെയാണ് 24 കിട്ടുന്നത് നോക്കാം. അപ്പം 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 27 ആയി. 27 3 മൈനസ് ചെയ്തു, അപ്പോഴാണ് നമുക്ക് 24 കിട്ടിയത്. അതായത് 9 × 3 is 27 - 3 ദാറ്റ് ഈസ് 24. അപ്പോൾ ഏത് സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചിട്ട് മൈനസ് ചെയ്താൽ 6 കിട്ടുമെന്ന് നോക്കിയാൽ മതി. വേണമെങ്കിൽ നമ്മുടെ ഓപ്ഷനുകളൊക്കെ ഒന്ന് നോക്കാം. 1നെ 3 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 3 ആണ് കിട്ടുക. 3യിൽ നിന്ന് 3 കുറച്ചാൽ 0 ആണ്, അപ്പോൾ ഇതല്ല.
2നെ 3 കൊണ്ട് ഗുണിക്കുക 6. 6ൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് 3 കിട്ടുക. പക്ഷെ നമുക്ക് കിട്ടേണ്ടത് 6 അല്ലേ? 6 അപ്പൊ അതും അല്ല. പിന്നെ 5നെ നോക്കുക 15. 15ൽ നിന്ന് 3 കുറച്ചാൽ 12 കിട്ടുക. അപ്പൊ അതും അല്ല. പിന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 3 ആണ്. സത്യത്തില് ഞാനത് ക്വസ്റ്റ്യനിലെ ആൻസർ കൊടുത്തപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ അതും കൂടെ കൂട്ടിയിട്ടുള്ള മാർക്കല്ലേ നിങ്ങൾ അയച്ചിട്ടുണ്ടാവുക? ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ മാർക്ക് ഞാനൊന്ന് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. എല്ലാവരും മാർക്ക് അയച്ചു എന്ന്. 300. ഓക്കെ. ആദ്യത്തെ സർ സ്ക്രീൻ ക്ലിയർ ഇല്ല. സ്ക്രീൻ ക്ലിയറിൽ വായിക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യൂ പെട്ടെന്ന്. സ്ക്രീൻ വായിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്ന് പറയൂ. സ്ക്രീൻ ക്ലിയർ ഇല്ല ആണോ? ഓക്കെ, റെഡി. ഞാൻ ഒന്നുകൂടെ എടുക്കാം. ഇപ്പോഴോ എന്താ സ്ഥിതി പറയൂ. ഇപ്പോ എന്തായി എന്ന് പറയൂ. ബ്ലർ ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ ഞാനത് ക്ലിയർ ആക്കി തരും. ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിന്റെ ആൻസർ 3 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ അത് ശരിയിടാം. യെസ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സീരീസിനെ കുറിച്ചാണ്. സീരീസ്. അപ്പോൾ പലതരം സീരീസ് ഉണ്ട്. സീരീസ് ക്ലാരിറ്റി കുറവുണ്ടോ? വീണ്ടും ബ്ലറായി. ഒരു മിനിറ്റ്. എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ മെസ്സേജ് നോക്കിക്കോളാം. ഇപ്പോഴും ക്ലിയർ കുറവുണ്ട് എന്ന് നോക്കട്ടെ. 1 മിനിറ്റ്. കുഴപ്പമില്ല. ഓക്കെ. റെഡി. ഓക്കെ. ചിലപ്പോൾ ഓക്കെ, നമുക്ക് റെഡിയാക്കാം. അതൊക്കെ നമുക്ക് പരിഹരിക്കാം. പിന്നെ അപ്പൊ സീരീസ് ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നിങ്ങളൊന്ന് സൂം ചെയ്താൽ മതി. സീരീസ്. അപ്പൊ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരം സീരീസ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയുന്നു. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചെയ്യുക. ഓക്കെ. അപ്പൊ സീരീസ് കൂട്ടി കിട്ടുന്ന സീരീസിന്റെ അഡീഷൻ. ഓക്കെ. സീരീസ് അഡീഷനിലൂടെ ഉണ്ടാക്കുന്ന സീരീസ് ഉണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. 1 3 5 7 കണ്ടോ? 2 കൂട്ടി പോവുകയാണ്. അപ്പൊ ഇത് കണ്ടോ? +2 ആണ് ഓരോ സ്ഥലത്തും കൂട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഒരു അഡീഷണൽ സീരീസ് ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ലോക്ക് ചെയ്യണേ. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് സ്വസ്ഥമായിട്ട് ക്ലാസ് എടുക്കാം. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ വീണ്ടും ആളുകൾ വരും. അപ്പൊ നമുക്ക് ഭയങ്കരമായ പ്രശ്നമാണ്. എവിടെയാണ്? ലോക്ക് കാണുന്നില്ലല്ലോ. ഓക്കെ. യെസ്. ഓക്കെ. ശ്രദ്ധിച്ചു കേട്ടോളൂ. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ 2-3 തരം സീരീസുകളാണ് പ്രധാനമായിട്ട് നമുക്ക് NMSനും NTSനും ചോദിക്കുക. ഒന്ന് അഡീഷൻ സീരീസ്. രണ്ടാമത്തത് അഡീഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ കൂട്ടി പോകും. ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. 5 9 13 17 ഈ സീരീസ്. ഇത് എത്രയാണ് കൂട്ടുന്നത്? +4 ആണ്. എല്ലായിടത്തും +4. അപ്പൊ ഇത് ഒരു നമ്പർ സീരീസ് ആണ്. ഇനി വേറൊരു നമ്പർ സീരീസ് 1 3 6 10 15. ഈ സീരീസിന്റെ പ്രത്യേകത എന്താണ്? ഈ സീരീസിന്റെ പ്രത്യേകത കൂട്ടുന്നത് വ്യത്യസ്തമാണ്. ഇവിടെ +2 കൂട്ടി,
ഇവിടെ +3 കൂട്ടി, ഇവിടെ +4 കൂട്ടി, ഇവിടെ +5 കൂട്ടി. എന്നാലും ഒരേ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതും ഒരു അഡീഷൻ സീരീസ്. ഇതേപോലെ മൈനസ് ചെയ്തും നമ്മൾ സീരീസ് ഉണ്ടാക്കും. ഓക്കെ, ഒരു സംഖ്യ ഇങ്ങനെ കുറച്ച് കുറച്ച് പോവുക. ഒരു എക്സാമ്പിൾ പറയാം. 100, 95, 90, 85. ഇത് വേറൊരു സീരീസ്. അപ്പോൾ നമുക്ക് സീരീസ് കണ്ടാൽ മനസ്സിലാവും ഇത് കൂടിയാണോ പോകുന്നത്, കുറഞ്ഞാണോ പോകുന്നത്. ഇനി മൾട്ടിപ്ലൈ ചെയ്ത് സീരീസ് ഉണ്ടാക്കാറുണ്ട്. നോക്കാം. 1, 2, 4, 8, 16. വളരെ എളുപ്പം. ഇത് മറ്റൊരു സീരീസ്. ഇനി എല്ലാ സ്ക്വയറുകളും എഴുതിയിട്ട് ഒരു സീരീസ് ഉണ്ടാക്കാറുണ്ട്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ വർഗം. ഒരു സംഖ്യയെ അതിനെ കൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്നതാണ് സ്ക്വയർ. നോക്കാം, എല്ലാവരും നോട്ട് ചെയ്യണേ. 1 × 1 അതാണ് 1. 2 × 2 4, 3 × 3 9, 4 × 4 16, 5 × 5 25. ഇതൊരു സീരീസ് ആണ്. അപ്പം അത് മനസ്സിലാക്കി എടുക്കണം നമ്മൾ. ഇത് 1 സ്ക്വയർ ആണ്, ഇത് 2 സ്ക്വയർ ആണ്, ഇത് 3 സ്ക്വയർ ആണ്, ഇത് 4 സ്ക്വയർ ആണ്, ഇത് 5 സ്ക്വയർ ആണ്. ഇനി ഇതേപോലെ ക്യൂബ് വെച്ചിട്ടും സീരീസ് ഉണ്ട്. ക്യൂബ് എങ്ങനെയായിരിക്കും? 1 ക്യൂബ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 × 1 × 1 ആണ്. 1 ക്യൂബ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ 3 പ്രാവശ്യം ഗുണിക്കണം. അപ്പോൾ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആയിരിക്കും 2 ക്യൂബ്. യെസ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ്. അപ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3. 3 × 3 രണ്ട് 3 ഗുണിച്ചാൽ 9 കിട്ടും. വീണ്ടും ഒരു 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 27 വരും. അപ്പം ഇന്ന് പഠിച്ചു വെക്കണേ. 3ന്റെ ക്യൂബ് 27 ആണെന്ന് ഓർത്ത് വെക്കണം. 4ന്റെ ക്യൂബ് 16. 4 × 4 × 4 ആണ്. അപ്പം 4 × 4 എന്ന് പറയുമ്പോൾ 16 ആണ്. പിന്നെയും 4 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 64 ആണ് കിട്ടുക. അതേപോലെ 5 × 5 × 3 പ്രാവശ്യം ഗുണിച്ചാൽ 125 ആണ് കിട്ടുക. അപ്പം നിങ്ങൾ പ്രധാനപ്പെട്ട സ്ക്വയറുകളും ക്യൂബുകളും അറിഞ്ഞിരിക്കണം. ഈ ടൈപ്പ് സീക്വൻസ് വന്നാൽ പ്രധാനപ്പെട്ട സ്ക്വയറുകളും ക്യൂബുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാനൊന്ന് എഴുതുന്നുണ്ട്, അതൊന്ന് എഴുതിയെടുക്കണേ. പെട്ടെന്നൊന്ന് എഴുതിയെടുക്കണം. എന്തിനാ വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള സീക്വൻസ് വരുമ്പോൾ ഓർമ്മ വേണം. 1 എഴുതിക്കോളൂ. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ നല്ല റെഡ് ആയിരിക്കും. അതിനു മുന്നേ ഒരു ചെറിയ കാര്യം ചോദിക്കാനുണ്ട്. പിന്നെ എന്താണ്, ഒന്ന് മെസ്സേജ് അയക്കൂ. നമ്മൾ എഴുതുന്നത് കാണുന്നുണ്ടോ, ക്ലിയർ അല്ലേ എന്ന് മെസ്സേജ് അയക്കൂ. പെട്ടെന്ന് മെസ്സേജ് അയക്കൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, വെരി ഗുഡ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഓഡിയോ ഓൺ ചെയ്യാം. എന്താ വെച്ചാൽ എന്നാലേ നമ്മൾ കുറേ അങ്ങ് മുന്നോട്ട് പോകുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നം വരും. എല്ലാവരും പെട്ടെന്ന് എഴുതണേ. അതായത് 1 × 1 1 സ്ക്വയർ എത്രയാണെന്ന് എഴുതി വെക്കുക. 1 തന്നെയാണ്. പിന്നെ 2 സ്ക്വയർ പെട്ടെന്ന് എഴുതിക്കോളൂ. 4. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 2 3 ഗുണിച്ചാൽ മതി 9. 4 സ്ക്വയർ 16. 5 സ്ക്വയർ പെട്ടെന്ന് എഴുതുക. 5 സ്ക്വയർ എത്രയാ? 25. 6 സ്ക്വയർ 36. 7 സ്ക്വയർ 49. 8 സ്ക്വയർ 64. 8ാം ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകിച്ച്, മറ്റുള്ളവർക്ക് അറിയാമായിരിക്കും, എന്നാലും ഒന്ന് എഴുതിയെടുക്കാം. ഇനി പിന്നെ വേണ്ടത് 9 സ്ക്വയർ 81. ദെൻ 10 സ്ക്വയർ 100. തൽക്കാലം 10 വരെ പഠിക്കുക. ഓക്കെ, ഇനി അതേപോലെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ് ക്യൂബിൻ്റെതും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം ഞാനത് എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ഇത് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യുക, അല്ലാതെ ഒരു നാളത്തെ ക്ലാസ് കണ്ടിട്ട് എഴുതി വെക്കാം. ഓക്കെ, ദെൻ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 ആണ്. 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 27 ആണ്. ദെൻ 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64 ആണ്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 125 ആണ്. 6 ക്യൂബ് എന്ന് പറഞ്ഞാൽ 216 ആണ്. ഇനിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. നാളെ നിങ്ങൾ അതൊന്ന് ഗുണിച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. എളുപ്പമുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക, ഗുണിച്ചു നോക്കിയാൽ മതി. ഒരു കാൽക്കുലേറ്റർ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ ഗുണിച്ചു നോക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, റെഡി. അപ്പം ഞാൻ ബോർഡ് ക്ലിയർ ചെയ്യുന്നു. എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡ് വേണം നിങ്ങൾക്ക്. സാധാരണ കുട്ടികളെ പോലെ വളരെ സമയമെടുത്ത് ചെയ്യാൻ പാടില്ല. പെട്ടെന്ന് നോട്ട് ചെയ്യണം. യെസ്, അടുത്തത്
സീരീസ് ആൽഫബറ്റ് സീരീസ് ആണ്. ആൽഫബറ്റ് സീരീസിന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എക്ക് ഒരു നമ്പർ ഉണ്ട്, ബിക്ക് ഒരു നമ്പർ ഉണ്ട്, സിക്ക് ഒരു നമ്പർ ഉണ്ട്, അങ്ങനെ ഓരോന്നും നമ്പർ ഉണ്ട്. അത് ഓർത്ത് വെക്കാനുള്ള സൂത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇജോട്ടി. ഇന്നലത്തെ ക്ലാസ്സിന് വരാത്ത കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇജോട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇത് 5 ആണ്. ഓരോന്നിനും ഒരു നമ്പർ ഉണ്ട്. ഇത് 5, ഇത് 10, ഇത് 15, ഇത് 20, ഇത് 25. അപ്പൊ നമ്മൾ ബാക്കിയുള്ളതൊക്കെ അതിൽ നിന്ന് ഊഹിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് സൂത്രങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. എന്തായിരുന്നു? എം 13 ആണ്. എം ഇങ്ങനെ ഇട്ടത് ആലോചിച്ചാൽ മതി. എം 13 ആണ്. അതേപോലെ ഡബ്ല്യു 23 ആണ്. ഡബ്ല്യുവും ഏകദേശം 3 പോലെ തന്നെയല്ലേ, അപ്പോൾ അത് 23 ആണ്. പിന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന ജെ 10 ആണ്. പിന്നെ എച്ച് ഡ്രൈവിങ്ങിന് നമ്മൾ എച്ച് ഇടാറുണ്ട്, 8 ഇടാറുണ്ട്, അപ്പോൾ 8 ആണ്. ഓക്കെ. അതേപോലെ 6ഉം നമുക്ക് 8 ആക്കാൻ വളരെ എളുപ്പമാണ്, അപ്പോൾ അത് 18 ആണ്. ഇങ്ങനെയുള്ള കുറേ എണ്ണം ഓർത്ത് വെച്ചാൽ ബാക്കി തൊട്ടടുത്തുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. എൽ 12 ആണ്. ഓക്കെ, എൽ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, 11 എന്ന് ആലോചിച്ചാൽ മതി. അല്ല സോറി, യെസ്, എൽ 12 ആണ്. പിന്നെ അതേപോലെ T20 20 ഒക്കെ ഓർത്ത് നോക്കാം. യെസ്, എന്തായാലും നിങ്ങളെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് നമുക്കിനി നാളെയും മറ്റന്നാളും നല്ലോണം ആവശ്യം വരും. ഒരു കാരണവശാലും നിങ്ങൾ എഴുതി നോക്കി ചെയ്യരുത്, അതിൻ്റെ നമ്പർ ഓർത്ത് വെക്കണം. അത് നമ്മുടെ സ്പീഡ് വളരെ പ്രധാനമാണ്. നമ്മുടെ NMMS പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തന്ന് വൈകുന്നേരം വരെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ 100 മാർക്കും വാങ്ങും. പക്ഷേ 1.5 മണിക്കൂർ കൊണ്ട് 90 മിനിറ്റ് കൊണ്ട് ആ പരീക്ഷ എഴുതുന്നവർ വളരെ കുറവാണ്. അവരാകെ 50 ക്വസ്റ്റിന് 60 ക്വസ്റ്റിന് എഴുതാൻ പറ്റുന്നുള്ളൂ. അത് തീരില്ല. അപ്പോൾ അതാണ് പ്രശ്നം. നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ഈ ആൽഫബറ്റ് വെച്ചിട്ട് സീരീസ് ഉണ്ടാവും. എക്സാമ്പിൾ ഞാൻ കാണിക്കാം. എ ഒരു സീരീസ് ആണ്, സി ഒരു സീരീസ് ആണ്, ABC. ദെൻ ഡി ഇല്ല, ഇ കണ്ടോ, എഫ് ഇല്ല, ജി, പിന്നെ എച്ച് ഇല്ല, ഐ. അപ്പം എന്താണ് ഇതിൻ്റെ നമ്പർ എഴുതിയൊക്കെ നമുക്കിത് മനസ്സിലാവും. വളരെ സംഗതി സിമ്പിളാണ്. ഇതിൻ്റെ നമ്പർ 1 ആണ്, ഇത് 3 ആണ്, ഇത് 5 ആണ്, ഇത് 7 ആണ്, ഇത് 9 ആണ്. കണ്ടോ, അപ്പോൾ സീരീസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ ആൽഫബറ്റും കൂടെ വെച്ചിട്ടുള്ള സീരീസ് വരും. ഓക്കെ, നമുക്കപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാവും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ നിങ്ങളുടെ ഓഡിയോ ഓൺ ചെയ്യുന്നു. സൗണ്ട് പക്ഷേ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കരുത്. എന്തെങ്കിലും ഡൗട്ട് നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓഡിയോ ഓൺ ഇത് ചെയ്യാൻ പാടുള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുക, ആൻസർ അയച്ചു തരിക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളുടെ ഓഡിയോ ഞാൻ എനേബിൾ ചെയ്യാണ്, എന്നാലേ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കണ്ട. തൽക്കാലം അങ്ങനെ ചെയ്യാതിരുന്നാൽ എവിടെയാണിത് ചെയ്യുക? ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ ഇനി അപ്പോഴേക്ക് പിന്നെ ഓണാക്കിയോ ഷെർവിൻ? ആവശ്യമുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഓണാക്കാവൂ. ഒരു കാരണവശാലും വെറുതെ ഓണാക്കരുത്. ഓക്കെ, അല്ലല്ല, വോയിസിന്റെ പരിപാടിയല്ലേ. 200 ആൾ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓടൂലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചാറ്റ് ബോക്സിൽ മാത്രം. അതാണ് മാർക്ക് അയച്ചപ്പോൾ ഞാൻ നിങ്ങളോട് എവരിവൺ ഇടാൻ പറഞ്ഞു. ഇനി നിങ്ങൾ എന്റെ പേരിലാണ് അയക്കേണ്ടത്. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. കാണാത്തവരൊന്ന് സൂം ചെയ്ത് നോക്കുക. വാട്ട് കംസ് ഇൻ ദ പ്ലേസ്. ഈസി ആണ് കേട്ടോ, ടഫുള്ള ഒന്നുമില്ല, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വായിക്കുന്നു. വാട്ട് കംസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക്. അല്ലല്ല, ബ്ലാങ്ക് അല്ല. നിങ്ങൾ ഒന്നും കൂടി പിന്നെ വീഡിയോ ഓൺ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? ബാലാജി കൃഷ്ണൻ, വീഡിയോ ഓൺ ചെയ്യരുതേ. വീഡിയോ ഓൺ ചെയ്ത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. ബാലാജി കൃഷ്ണൻ വീഡിയോ ഓഫ് ചെയ്യണേ. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്യുക, ഓഡിയോ ഓഫ് ചെയ്യുക. കണ്ടോ, ഓഡിയോ ഓൺ ചെയ്തിട്ട് ഈ പറഞ്ഞത് ആരും കേൾക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഓഡിയോ കട്ട് ചെയ്യാൻ പോവുകയാണ്. അല്ലെങ്കിൽ അവരെ പുറത്താക്കുക. ഏതെങ്കിലും ഒരു ഓപ്ഷനേ എന്റെ മുന്നിലുള്ളൂ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും കണ്ടോളൂ.
നമ്പർ ഉണ്ട്, അതിൽ ഏതിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്? സലീം എന്നുള്ള ഇതിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. രണ്ടിലേക്ക് അയച്ചാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. രണ്ടും ഒന്ന് തന്നെ. രണ്ടും ഒന്ന് തന്നെയാണ്, നിങ്ങൾ കുഴപ്പമില്ല, അയച്ചോളൂ അയച്ചോളൂ. എന്തായാലും ടു എവരി വൺ വേണ്ട, ടു സലീം എന്നുള്ളതിലേക്ക് അയച്ചോളൂ. രണ്ടിൽ വന്നാലും എനിക്ക് ഒരേ ഇതിൽ ക്ലിയർ ആയിരുന്നു സർ, പെട്ടെന്ന് ബ്ലറായി. ആണോ? സർ ഒന്ന് വായിച്ചു തരുമോ സർ? ഒരു മിനിറ്റ് വായിച്ചു തരും. നിങ്ങൾ സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട, വായിച്ചു തരും. ഒന്നും കൂടി എടുക്കട്ടെ അത്. വൺ മോർ ടൈം വെയിറ്റ് ചെയ്യും, ഞാൻ കമ്പ്യൂട്ടറിൽ നിന്ന് ഒന്നുകൂടി എടുക്കട്ടെ. ഓക്കെ, ഇത് നല്ല കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. നെക്സ്റ്റ് വരട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഒന്നുകൂടെ വായിക്കുന്നുണ്ട്. നിങ്ങൾ ആരും ബഹളം ഉണ്ടാക്കരുത്, പെട്ടെന്ന് പോട്ടെ. വാട്ട് കംസ് ഇൻ ദ പ്ലേസ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാർക്ക് 2, 3, 5? വേണമെങ്കിൽ കാണാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. 2, 3, 5, 8, 12, 17. ഒരു കാരണവശാലും ആൻസർ പറയരുത്, ചാറ്റ് ബോക്സിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവൂ. സർ ഇപ്പൊ ആദ്യത്തെ പോലത്തെ അതിനെക്കാട്ടും ബ്ലറായി. സാർ എഴുതുന്നതും ബ്ലറായിട്ടാണ് കാണുന്നത്. എന്താണ്? അതെ, ഈ എഴുതുന്നതും ബ്ലറായിട്ടാണ് കാണുന്നത്. ഓഡിയോ ഞാൻ മ്യൂട്ട് ചെയ്യാനേ, അപ്പോഴാണ് ഇത് റെഡി ആവുക. ഓക്കെ, നെറ്റ്വർക്ക് കൺജസ്റ്റഡ് ആവും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, 200 പേരില്ലേ, അതുകൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് ഓഫ് ചെയ്യാൻ പറയുന്നത് നിങ്ങളോട്. ക്വസ്റ്റ്യൻ മാർക്ക് ഞാൻ പറയാം. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എടുക്കട്ടെ. യെസ്, പെട്ടെന്ന് ആൻസർ അയച്ചോളൂ. ബ്ലറിംഗ് ഒക്കെ ഞാൻ മാറ്റി തരാം. പെട്ടെന്ന് അയച്ചോളൂ, പെട്ടെന്ന് അയക്കും. നമുക്ക് സമയം ഒട്ടുമില്ല. എത്ര പേര് അയച്ചു നോക്കട്ടെ. ഇല്ല, ഫുൾ അയച്ചിട്ടില്ല, കുറച്ച് പേര് അയച്ചിട്ടുള്ളൂ. സാർ ഇതിനൊന്നും ക്ലിയർ ഇല്ല. നമുക്കിപ്പോ പല സീരീസ് വരുന്നതിൽ ഡിവിഷൻ വെച്ചിട്ട് സീരീസ് വരാറുണ്ട്, വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ കേട്ടോ. അതിനെ കുറിച്ച് നമ്മൾ അത്ര പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ ആൻസർ നിങ്ങൾ അയച്ചാൽ മതി, അതാണ് നല്ലത്. ഈ സംസാരം വലിയ ബുദ്ധിമുട്ടാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കാം, അതേ പറ്റുള്ളൂ. നിങ്ങളോട് പറഞ്ഞിട്ടും ആവശ്യമില്ലാതിന് അഭിപ്രായം പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ചെയ്യട്ടെ. ഒരു മിനിറ്റ് 1 മിനിറ്റ്. ഞാനൊന്ന്, ആവശ്യമില്ലാതെ സംസാരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഡൗട്ട് ഉള്ളവരെ സംസാരിക്കാവൂ, അഭിപ്രായം പറയുന്നവർ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞതാണ് വീണ്ടും. യെസ്, ഞാൻ ആൻസർ പറയാം. ആരുടെ ടിവിന്റെ സൗണ്ട് വരുന്നേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യട്ടെ. എല്ലാവരുടെയും മൈക്ക് മ്യൂട്ട് ചെയ്യാം, അതേ പറ്റുള്ളൂ. നിങ്ങൾക്കൊരു അവസരം തന്നു കഴിഞ്ഞാൽ അത് ദുരുപയോഗം ചെയ്യുന്നവരാണ് കൂടുതൽ. ഫോണിൽ എന്തോ ഒരു ഓപ്ഷൻ വന്നു പോയി. സാറ് പറയണൊന്നും കാണുന്നില്ല, ഡൺ സ്പീക്കിംഗ് എന്നൊക്കെ വരുന്നുണ്ട്. എന്താ സംഭവം അറിയില്ല. ഒന്ന് റീകണക്ട് ചെയ്യൂ, അതേ പറ്റുള്ളൂ. അതെ അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് മക്കളെ, ഞാൻ ഒന്ന് ഇത് ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യട്ടെ. യെസ്, അപ്പോ ഞാൻ ആൻസർ പറയുന്നു. നമ്മൾ ഇവിടെ എത്രയാണ് കൂടി വരുന്നത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ആൻസർ കിട്ടും. 2, 3, 3, 5, 5, 8 ഓരോന്നും കൂട്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം കൂട്ടുന്നത് നമ്മൾ 1 ആണ്, പിന്നെ 2 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 4 ആണ്, പിന്നെ 5 ആണ്, പിന്നെ എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 6 ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ്
23. ഓക്കെ, ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. 23. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ ഫോളോയിങ് സീരീസ്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ എഴുതുന്നുണ്ട്. 68, 67, 64, 59. അടുത്ത നമ്പർ ഏതാണ്? ചില കുട്ടികൾക്ക് വെറുതെ ഡൗട്ട് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഓഡിയോ കട്ട് ചെയ്ത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ പറയാം. എന്തെങ്കിലും പറയാനുള്ളവർക്ക് ചാറ്റ് ബോക്സിൽ പറയാം. ക്വസ്റ്റ്യൻ 68, 67, 64, 59. ഓക്കെ, ടു എവരി വൺ അല്ല, ടു മീ ആണ് അയക്കേണ്ടത്. എന്നാലേ എനിക്ക് മാത്രം കാണുള്ളൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ 68, 67, 64 എത്ര എന്താ പറയാ, മൈനസ് ആയിട്ട് വരികയാണ്. അത് എത്ര എന്നുള്ളത് നോക്കുക. ആദ്യം മൈനസ് ആയിട്ട് വരികയാണ്. അപ്പൊ ഇവിടെ കുറഞ്ഞത് 1 ആണ്, -1. ഇവിടെ കുറഞ്ഞത് 3 ആണ്, -3. ഇവിടെ കുറഞ്ഞത് -5. അപ്പൊ ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് -7 ആണ് കുറയേണ്ടത്. -7. 59 നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 59 നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 52, 52. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് എന്താ പറയാ, കുറച്ച് സബ്ട്രാക്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മളിനി താഴേക്ക് പോവാം. ഒരു മിനിറ്റ്, നമ്മൾ ആൻസർ അയച്ചവർ ആരൊക്കെയാന്ന് നോക്കട്ടെ. അതിനുശേഷം നമുക്ക് താഴേക്ക് പോവാം. ആൻസർ അയച്ചവർ ഓക്കെ, ഡിഫറൻസ് 3. ലിയാന ഫഹ്മി. നമ്മൾ ആൻസർ മാത്രം നിങ്ങൾ അയച്ചാൽ മതിയേ. പിന്നെ എന്ത് വേണ്ട, അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇപ്പം വേണ്ട, നമുക്ക് പിന്നീട് അതിന് സമയം കൊടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ആൻസർ ഞാൻ കാണിച്ചോ? ക്വസ്റ്റ്യൻ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, റെഡി. യെസ്. വാട്ട് കംസ് ഇൻ ദ നെക്സ്റ്റ് 5, 11. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. 5, 11, 23, 47, 95. 5, 11, 23, 47, 95. അടുത്ത നമ്പർ ഏതാണ്? ഇത് ഞാൻ അടുത്ത സ്ക്രീനിലേക്കൊന്ന് എഴുതാം. 5, 11, 5, സോറി പറ്റ ചെറുതാണല്ലോ. 5, 11, 23, 47, 95. ആൻസർ അയക്കാം. 29 പേരെ അയച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ എവിടെ? പെട്ടെന്ന് അയക്കും. 5, 11, 23, 47, 95. ഓക്കെ, ആരെങ്കിലും ഒരാൾ ഒന്ന് പറയണം. ഞാൻ അൺമ്യൂട്ട് ചെയ്യാം, അവരെ മാത്രം അൺമ്യൂട്ട് ചെയ്യും. ഒരാൾ മാത്രം പറയൂ, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് അവസരം തരാം. എല്ലാവരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ്. നിങ്ങളാണെങ്കിൽ ഓഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓഫ് ചെയ്യുന്നേ ഇല്ല. മീറ്റിങ്ങിൽ ഇരിക്കണമെങ്കിൽ ഓഡിയോ ഓഫ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാണ്, എന്നിട്ടും ഓഫ് ചെയ്യാത്തവരാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ മീറ്റിങ്ങിൽ നോക്കിയിട്ട് ഓഡിയോ ഓൺ, സംശയം ചോദിക്കാൻ അല്ലാതെ ഓഡിയോ ഓൺ ചെയ്യുന്നവരെ ഞാൻ ഒഴിവാക്കുകയാണേ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഇനി വെറുതെ ഓഡിയോ ഓൺ ചെയ്തിടുന്നവരെ പുറത്താക്കും കേട്ടോ. ആദ്യമേ ഞാൻ പറയാം. യെസ്, കാരണം നിങ്ങൾക്ക് സംശയം ചോദിക്കാൻ അവസരം തരുന്നത് പിന്നെ നിങ്ങൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഓഡിയോ ഓഫ് ചെയ്യണം. ഓഡിയോ ഓൺ ചെയ്ത് കിടക്കുന്നത് കണ്ടാൽ റിമൂവ് ചെയ്യും. വേറെ ഒരു വഴിയുമില്ല. 200 ചില്ലാനും കുട്ടികളില്ലേ, നമുക്ക് അതും കൂടെ നോക്കണ്ടേ. യെസ്, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5, 11, 23, 47. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതാണ് ചോദ്യം. ഓക്കെ, 5, 11, 23, 47. പിന്നെ ഏതാണ്?
ഒരു ക്വസ്റ്റിനും കൂടെ ഒരു ഇതും കൂടെ ഉണ്ടല്ലോ. 95. ഓക്കെ 95. സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യണം. അപ്പോഴേ നമുക്ക് മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതുകൊണ്ടാണ്. ശരി, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 5നെ നമ്മൾ ഗുണിച്ചിട്ട് 1 കൂട്ടുന്നു. എത്ര കൊണ്ട് ഗുണിക്കുന്നു? 5 × 2 ആണ് 10 + 1 ആണ്. അപ്പൊ നമുക്ക് 11 കിട്ടി. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി 11നെ 2 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. 2 കൊണ്ട് ഗുണിച്ചിട്ട് വേണം 1 കൂട്ടാൻ. അപ്പൊ ഗുണം × 2 + 1 അപ്പൊ 23. ഇനി 23യെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 46 അല്ല കിട്ടുക, 46 കിട്ടും. 46നോട് കൂടി 1 കൂട്ടി, അപ്പൊ 47 കിട്ടി. സിമ്പിൾ. ഇനി 47ന്റെ ഡബിൾ 94 ആയിരിക്കും. +1 കറക്റ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി 95ന്റെ ഡബിൾ എത്രയായിരിക്കും? 190. 190. അറിയാത്തവർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ. 95 × 2 അപ്പോൾ 190 + 1 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസറിൽ അതുണ്ടോ എന്നും കൂടെ നോക്കണം. നമ്മൾ ആൻസറിൽ അതുണ്ടോ നോക്കണേ. 191 യെസ് ഉണ്ട്. ഹലോ സർ. യെസ്, എനിക്ക് വേറെ മെത്തേഡിലൂടെ കിട്ടിയത്. ഓക്കെ, കുഴപ്പമില്ല. ഏത് മെത്തേഡിലൂടെ ചെയ്താലും പ്രശ്നമില്ല. നമുക്ക് ആൻസർ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, അടുത്തത് നമ്മൾ 4ാമത്തെ പെട്ടെന്ന് ആൻസർ ചെയ്യൂ. 75 വേണമെങ്കിൽ ഒന്നുകൂടി സൂം ചെയ്ത് തരാം. 75 ഒരു മിനിറ്റ്, ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒന്ന് സൂം ചെയ്യാണ്. യെസ്, പെട്ടെന്ന് ആൻസർ അയക്കൂ. അനാവശ്യമായി ഓഡിയോ ഓൺ ചെയ്യരുത്. ഓഡിയോ ഓൺ ചെയ്യുന്നവർ ആരായാലും നമ്മുടെ ക്ലാസ്സിന്റെ പുറത്തു പോകും. ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓഫ് ചെയ്യണം. നിങ്ങളുടെ വീട്ടിലുള്ള ടിവിന്റെ സൗണ്ട് ഒന്നും കേൾക്കാനല്ല നമ്മളിപ്പോൾ 200 പേര് ഇരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. യെസ്, സാറ് നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ, ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നും കൂടി പറഞ്ഞത്. മോളെ അത് നാളത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കോ. ഓക്കെ, യെസ്, പെട്ടെന്ന് പറയൂ. ഇതിന്റെ ആൻസർ പറയൂ. 75 72. ഒരു ടേം ഇതിൽ എന്താ പറയാ, ഇതിൽ ഒരു ടേം തെറ്റാണെന്നാണ് പറഞ്ഞത്. there is a term which is wrong term in the sequence എന്നാ പറഞ്ഞു. അപ്പൊ ആ റോങ് ഏതാന്ന് കണ്ടുപിടിക്കണം. അപ്പോഴേക്ക് നിങ്ങളോട് ഞാൻ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ചില സീക്വൻസുകൾ, ഇപ്പോൾ ഒരു സീക്വൻസ് നോക്കൂ, എല്ലാവരും സ്ക്രീനിൽ നോക്കണേ. ഈ ഒരു സീക്വൻസിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒരു മിനിറ്റ്, ഓക്കെ, ഒരു സീക്വൻസ് ഞാൻ എഴുതുകയാണ്. 1 3 5 7. ചിലപ്പോൾ 2 സീക്വൻസ് പിന്നെ ഇടകലർന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു സീക്വൻസ് വരികയാണ്. 5 10 15 20 ഇങ്ങനെ ചിലപ്പോൾ ചില സീരീസുകൾ വരാറുണ്ട്. എന്താ സംഭവിക്കുന്നത്? 1 3 5 7 ഒരു സീക്വൻസ് അങ്ങനെ പോകുന്നു. 5 10 15 അങ്ങനെ പോകുന്നു. ഈ ടൈപ്പിലും സീക്വൻസ് വരും. 2 എണ്ണം എന്താ പറയുക, ഇന്റർ റിലേറ്റഡ് ആയിട്ട് വരിക, ഓക്കെ, മിങ്കിൾ ചെയ്ത് വരിക. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ് 5 10 15. അതേ സമയത്ത് ഇത് മറ്റൊരു സീക്വൻസ് ആണ് 1 3 5 7. ഓക്കെ, ഇങ്ങനെയും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഏകദേശം ആ ടൈപ്പ് സീക്വൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതിൻ്റെ പ്രത്യേകതകളാണ് നോക്കേണ്ടത്. അത് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇനിയോ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും, പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമുക്കറിയാം -3 ആണ്, ഇവിടെയും -3 ആണ്, ഇവിടെയും -3 ആണ്. കറക്റ്റ്. ക്ലാസ് കാണുന്നില്ല, സ്ക്രീൻ കാണുന്നില്ല. ഒന്നും കൂടെ റീകണക്ട് ചെയ്യൂ, അല്ലെങ്കിൽ ഒന്നും കൂടെ എടുക്കും. അപ്പൊ ക്ലാസ് കിട്ടുമോ? കിട്ടും. നിങ്ങൾക്ക് കാണുന്നില്ലേ? മറ്റുള്ളവർക്ക് കാണുന്നില്ലേ? അതെ, അവരെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ഇനി 77ഉം 80യും തമ്മിൽ എന്താണ്? +3 ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരേണ്ടത് എന്തായിരുന്നു? പറയൂ. +3 ആയിരിക്കും ഇവിടെ വരേണ്ടത്. അപ്പൊ 83 ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ 89 ആണ്. അപ്പൊ ഏതാണ് തെറ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ് തെറ്റ്.
89 അല്ല വരേണ്ടത്, അവിടെ വരേണ്ടത് 83 ആണ്. അപ്പോൾ റോങ് ടേം ഏതാന്ന് ചോദിച്ചാൽ 89 ആണ് റോങ് ടേം. അപ്പോൾ ആൻസർ ഈസ് 89. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 75, 72, 69, 66 അതൊരു സീക്വൻസിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ദെൻ 77, 80, 80 to 83 ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ 89 ആണ് വന്നത്. പെട്ടെന്നൊരു ജമ്പിങ് വന്നു. അപ്പോൾ ദാറ്റ് ഈസ് ദ റോങ് ടേം. അപ്പോൾ ഇങ്ങനെയും നമ്മുടെ സീക്വൻസ് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഒരുപാട് പ്രാവശ്യം ചെയ്തു നോക്കണം. പെട്ടെന്ന് പറയാം, ഇത് 2 സീക്വൻസ് കൂടിച്ചേർന്നതാണ്. നമ്മൾ ഈ സീക്വൻസിലെ റോങ് ടേം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് 2 സീക്വൻസ് കൂടിച്ചേർന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് 2 സീക്വൻസ് എന്ന് പറയുമ്പോൾ ആൾട്ടർനേറ്റ് ടേംസ് ആണ് വരിക. ആൾട്ടർനേറ്റ് ഏതൊക്കെയാ? ഇത് തമ്മിൽ ഒരേ റിലേഷനിൽ പോകുന്നുണ്ട്. -3 ആണ്, കണ്ടോ, -3. ഇനി ഈ ആൾട്ടർനേറ്റ് ടേംസ് തമ്മിൽ റിലേഷൻ എന്താന്ന് നോക്കുക. ഇവിടെ +3 ആണ് വന്നത്, അങ്ങനെയാണെങ്കിൽ ഇവിടെയും +3 ആണ് വരേണ്ടത്, പക്ഷെ ഇവിടെ +6 ആണ് വന്നത്. ഒന്നും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആകുമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇതാണ് തെറ്റ് എന്നാണ് പറയേണ്ടത്. കാരണം ഇവിടെ ശരിക്കും 83 ആണ് വരേണ്ടത്. കാരണം +3 കൂട്ടി പോവുകയാണെങ്കിൽ 83 വരും, ഇവിടെ 92 വരും, 3 ഇങ്ങനെ കൂട്ടുകയാണല്ലോ 95 വരും. അതേസമയത്ത് ഇവിടെ ഇങ്ങനെ ഇടകലർന്ന് വേറെ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ രണ്ടും 2 രീതിയിൽ പോകുന്ന സീക്വൻസുകൾ ഉണ്ടാവാറുണ്ട്. യെസ്, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവാന്ന് ചില ആളുകൾ വിചാരിക്കും. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് കുറേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസറുകൾ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യൂ, പെട്ടെന്ന് ആൻസർ അയക്കൂ. ഇപ്പം ഞാൻ സ്ക്രീൻ വളരെ വലുതാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ആൽഫബറ്റുമായി ബന്ധപ്പെട്ട സീക്വൻസ് ആണ്. പെട്ടെന്ന് അയക്കും, നമുക്ക് 10 മണിക്ക് തന്നെ അവസാനിപ്പിക്കണം. ഇവിടുത്തെ റിലേഷൻ കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തരുന്നുണ്ട്, കണ്ടോ, KLMN. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ നിങ്ങൾക്ക് മനസ്സിലാവും. L കഴിഞ്ഞാൽ പ്ലസ് അടുത്ത 1 കൂട്ടുമ്പോഴേക്ക് M ആയി, പിന്നെയും 1 കൂട്ടി, അപ്പോൾ പിന്നെയും 1 കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടാവും. ഏതായിരിക്കും ഫസ്റ്റ് ലെറ്റർ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയും, ഒരാൾ പറഞ്ഞാൽ മതിയേ. O ആയിരിക്കും. യെസ്, ഫസ്റ്റ് ലെറ്റർ O ആയിരിക്കും. നമ്മുടെ ഭാഗ്യത്തിന് ഫസ്റ്റ് ലെറ്റർ O ഉള്ളത് ഏതേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെയാണ് ആൻസർ എന്ന് ഉറപ്പിക്കാം. പക്ഷെ ഉറപ്പിക്കുന്നതിന് മുന്നേ മൈക്ക് ഓൺ ചെയ്ത ഒരാൾ ഓഫ് ചെയ്തിട്ടില്ല. ഉറപ്പിക്കുന്നതിന് മുമ്പ് അടുത്ത ലെറ്ററും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. MK അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെറ്റർ അടുത്ത തന്നെ വേണമെന്നില്ല, ലാസ്റ്റ് ചെക്ക് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്യാം. DGJ നോക്കാം. DGJ ഞാനിവിടെ എഴുതുന്ന എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. DGJ, ഡിയുടെ നമ്പർ എഴുതുക 4, ജിയുടെ നമ്പർ എഴുതുക 7, J 10. കണ്ടോ, 3 കൂടി പോവാണ്. അപ്പം ഇനി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അറിയാം അടുത്ത സംഖ്യ ഏതായിരിക്കും? 13 അല്ലേ? 13 M ആവില്ലേ? ഓക്കെ, M ലാസ്റ്റ് വരും. ഈ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. M ലാസ്റ്റ് വരും. അപ്പോൾ നടുവിലുള്ള കണ്ടുപിടിച്ചില്ല, പക്ഷെ ഓയും എമ്മും കറക്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു ലെറ്റർ മാത്രം നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കരുത്, ഒന്നും കൂടെ നോക്കുക. 3 നോക്കണം നിർബന്ധമില്ല, കാരണം ബാക്കിയുള്ളതൊക്കെ വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തു നോക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. ലെറ്റേഴ്സിൻ്റെ റിലേഷനാണ് നോക്കുന്നത്. അപ്പോൾ ലെറ്റേഴ്സിൻ്റെ സ്ഥാനം എഴുതി നോക്കിയാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ സർ ഇതേപോലത്തെ നമ്പറിന്റെ ഇതും വരില്ലേ? വരുമ്പോ നോക്കിയാ പോരെ. ഇപ്പോ തൽക്കാലം പറഞ്ഞത് മനസ്സിലായല്ലോ. നമ്പർ വരുമ്പോൾ അത് അപ്പം നമുക്ക് നോക്കാം. യെസ്, അടുത്തത് ഫൈൻഡ് ദ റോങ് ടേം ഇൻ ദ ഫോളോയിങ് സീക്വൻസ്. ഇതിലൊരു റോങ് ടേം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കൂ. നിങ്ങൾ സിനിമ കാണുന്ന പോലെ ഇരുന്നാൽ മനസ്സിലാവില്ല, പേപ്പറിൽ ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ അയക്കണം.
ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ പറയുന്നു. ഞാൻ ഇടയ്ക്ക് ഓരോരുത്തർ ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ നോക്കുകയാണ്. ആവശ്യമില്ലാതെ അൺമ്യൂട്ട് ചെയ്യുന്നവരെ റിമൂവ് ചെയ്യാനാണ് തീരുമാനം. അപ്പോൾ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. രണ്ട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ 2 പേര് പെട്ടെന്ന് പറയാം. അതായത് അനാമിക യദുൽ, ഇവർ 2 പേരും ഒന്നുകൂടെ പറയാം. അനാമിക യദുൽ, അവര് ഓഡിയോ ഇപ്പോഴും അവർക്ക് കേൾക്കുന്നില്ല. അനാമിക 8L അനാമിക, പിന്നെ യദുൽ ഉണ്ടോ? അവര് ചെയ്യേണ്ടത് ഓഡിയോ ബട്ടൺ ഞെക്കണം. പക്ഷെ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാത്ത രീതിയിലാണ് ഇവിടെ കാണുന്നത്. ഓഡിയോ എന്ന് പറഞ്ഞാൽ ഈ ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യണേ. അപ്പൊ എനിക്ക് നോക്കുമ്പോൾ അവര് കേൾക്കാത്ത പോലെയാണ് കാണുന്നത്. ശരി, അത് പോട്ടെ. നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, PQRS. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് T ആയിരിക്കും വരിക. അപ്പൊ അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അതിൽ റോങ് ഒന്നും നമുക്ക് കാണുന്നില്ല. ഇനി അടുത്തത് നോക്കുക. നമ്മൾ ABC അല്ലെ, B കഴിഞ്ഞിട്ടുള്ള A കഴിഞ്ഞിട്ട് ആൾട്ടർനേറ്റ്, A കഴിഞ്ഞു, B കഴിഞ്ഞു, C കഴിഞ്ഞ D കഴിഞ്ഞ് E, അത് വന്നിട്ടുണ്ട്. F കഴിഞ്ഞ് G. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് H ആയിരിക്കും. അതിലും കുഴപ്പമില്ല. അപ്പൊ ഈ ഫസ്റ്റത്തെ ലെറ്ററിലും തേർഡ് ലെറ്ററിലും യാതൊരു കുഴപ്പവും നമുക്ക് ഇല്ല. ഓക്കെ, റെഡി. ഇനി നമ്മൾ ഇതിലെന്തോ, അപ്പൊ നടുവിലുള്ള ലെറ്ററിലായിരിക്കും കുഴപ്പമെന്ന് നമുക്ക് മനസ്സിലാക്കാം. റോങ് അവിടെ ആയിരിക്കും ഉണ്ടാവുക. നോക്കുക. ശരി, അപ്പൊ B ഞാൻ ഓരോന്നിൻ്റെ നമ്പേഴ്സ് എഴുതുകയാണ്. ഇത് 2, ഇത് 4, ഇത് 5 ഓഹോ, ഇതിങ്ങനെ വന്ന സ്ഥിതിക്ക് ഇവിടെ 6 വരേണ്ടത്. പിന്നെ ഇത് 8. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇവിടെ വരേണ്ടത് എത്രയായിരുന്നു? 6 ആയിരുന്നു. അപ്പൊ ഇതാണ് തെറ്റ് വന്നിട്ടുള്ളത്. REE ആണ് തെറ്റ് വന്നിട്ടുള്ളത്. സർ ഡൗട്ട് ചോട്ടെ, പറയൂ. സർ ഇതില് ഇങ്ങനെ ഞാൻ ചെയ്തത് ഇങ്ങനെയല്ല. ഞാൻ PQRS അതെനിക്ക് ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് കിട്ടിയത്. പക്ഷെ എന്താണ് ഞാൻ ഈ REE എനിക്ക് കിട്ടിയത് എങ്ങനെയാ വെച്ചാല് ഈ BADCHG അതെന്താ വെച്ചാല് ഞാൻ AB എന്നുള്ളത് ഞാൻ തിരിച്ചെഴുതിയിട്ട്, അപ്പൊ അങ്ങനെ തന്നെയാണല്ലോ ഇതിൽ എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് തിരിച്ചെഴുതിയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. BADC. നേരെ തിരിച്ചെഴുതിയത്. ഓക്കെ, എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ മിസ്സിംഗ് ടേം. യെസ്, പെട്ടെന്ന് അയക്കൂ. ഞാൻ ഓരോരുത്തരുടെയും ചാറ്റ് നോക്കുന്നുണ്ട്. യെസ്, ആരൊക്കെ അയക്കുന്നു നോക്കട്ടെ. ടു എവരിവൺ അല്ല, ടു മീ ആണേ. അല്ല, സോറി, ടു സലീം. മിസ്സിംഗ് ലെറ്റേഴ്സ് പെട്ടെന്ന് ചെയ്യൂ. അഭിനന്ദ് MP അയച്ചിട്ടുണ്ട്. ഇനി ആരാ? ഓക്കെ, മിഥില M. വരട്ടെ. എല്ലാവരുടെ പേര് എൻ്റെ കയ്യിൽ വരുന്നുണ്ട്. അയക്കുന്നവരുടെയൊക്കെ പേര് ഞാൻ കാണുന്നുണ്ട്. ഏതാണ് ഇതില്? അതായത് ഇവിടെ ഫില്ല് ചെയ്താൽ കറക്റ്റ് ആവുന്ന ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നിന്ന് ഏതോ സർ പേഴ്സ് ഒന്ന് വേർതിരിച്ച് പറയാമോ? പേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടുപിടിക്കല്ലേ വേണ്ടത്? ഞാനാ പറയണ്ടേ? നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുള്ള സമയമാണ്. അതല്ല സർ, അക്കങ്ങളെല്ലാം കൂടിയാണ് കിടക്കുന്നത്. അപ്പൊ അത് ഈ വര ഇട്ടതാണ്. പിന്നെ ഇവിടെ ഫില്ല് ചെയ്യേണ്ടതാണ് ചോദിച്ചിട്ടുള്ളത്. X, Z, Y ഒക്കെയാണ് ഉള്ളത്. കാണുന്നില്ല? ഇത് ഇത്ര ചെറുതൊന്നും അല്ലല്ലോ, നല്ല വലുതായിട്ട് കാണുന്നുണ്ടല്ലോ. X, ഈ കാണുന്നത് X ആണ്, ഈ കാണുന്നത് Z ആണ്, ഈ കാണുന്നത് Y ആണ്. ഇത് Z, X കാണുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യൂ. ഓക്കെ, അതിനുശേഷം ഞാൻ പറയാം. ഇവിടെ ഏത് വന്നു കഴിഞ്ഞാൽ ക്ലിയർ ആവും. ഒരേപോലെ സീക്വൻസ് ആയിട്ട് വരും. ഇങ്ങനത്തെ സീരീസ് വേറെയും വരുന്നുണ്ട്. നമുക്ക് അത് നോക്കാം. നിങ്ങൾ ഓപ്ഷൻ അയച്ചാൽ മതി ഏതാണ് വരുന്നത്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രയാസമൊന്നും ഇതിലില്ല. ഓക്കെ, ഞാൻ പറയാം. ഇത് X ആണല്ലോ.
അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വിട്ടുപോയത് നമ്മളൊന്ന് എഴുതുകയാണ് വൈ. അപ്പോൾ വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഇതും വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇതും വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ രണ്ടിൽ ഒന്നാവാനാണ് സാധ്യത. ഇനി നമ്മൾ ഇപ്പൊ എക്സ് വൈ സെഡ് അത് കംപ്ലീറ്റ് ആയി. പിന്നെ നമ്മൾ ഇവിടെ വൈ സെഡ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വിട്ടുപോയത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? വിട്ടുപോയത് എക്സ് ആയിരിക്കും. അപ്പോഴാണല്ലോ എക്സ് വൈ സെഡ് വരിക. ഞാൻ ഓഡിയോ സംസാരിക്കുന്നവർ മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ വഴി. അപ്പോൾ ഓഡിയോ മ്യൂട്ട് ചെയ്തവർ ഡൗട്ട് ചോദിച്ചവർ മ്യൂട്ട് ചെയ്യണം. അത് മറന്നുപോയാൽ പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കണേ. യെസ്. അപ്പോൾ എക്സ് വൈ സെഡ്, ഫസ്റ്റത്തെ എക്സ്, രണ്ടാമത്തെ വൈ, മൂന്നാമത്തെ സെഡ്. അപ്പോൾ ഇവിടെ ഒരു വൈ, ഫസ്റ്റത്തെ വൈ, പിന്നെ എക്സ്. അപ്പോൾ വൈ എക്സ് വരുന്നത് എവിടെയാ? ഇവിടെ വരുന്നുണ്ട്. അപ്പം മിക്കവാറും ഇതാവാനാണ് സാധ്യത. ഇനി നമ്മൾ ആണോ എന്നൊന്നും കൂടെ നോക്കാം. ഇവിടെ നമുക്ക് വൈ ആയിരിക്കണം വരേണ്ടത് അല്ലേ? പിന്നെ അതേപോലെ തന്നെ അപ്പൊ എക്സ് വൈ സെഡ് ആണ്. ഞാൻ എഴുതി സാറേ. ശ്രീനന്ദ 9J ഞാൻ ഒഴിവാക്കണേ. നമ്മൾ എഴുതിയോ എഴുതിയില്ലേ എന്നൊന്നും ആരോടും ചോദിച്ചിട്ടില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മൈക്ക് ഓൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എക്സ് വൈ സെഡ് ആണ്. ഇവിടെ വൈ സെഡ് വന്നു, വീണ്ടും സെഡ് വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഏതൊക്കെയാണ് വിട്ടുപോയത്? ഒന്ന് വൈ, ഫസ്റ്റത്തെ വൈ, രണ്ടാമത്തെ എക്സ്, മൂന്നാമത്തെ വൈ, വീണ്ടും സെഡ്, പിന്നെ സെഡ്. അപ്പോൾ അത് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ എ അതായത് ഒരു സീക്വൻസ് ഇങ്ങനെ വരികയാണ്. എക്സ് വൈ സെഡ്, 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 എക്സ് വൈ സെഡ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ആവർത്തിച്ച് വരികയാണ്. ഇത് ഈ ടൈപ്പ് സീക്വൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് ഇതിൽ വരുന്നതല്ല. പക്ഷേ ഈ പിന്നെ സീക്വൻസിലായി ഇതൊരു തരം സീക്വൻസ് തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് അത് ആ ടൈപ്പ് സീക്വൻസ് എടുക്കുമ്പോൾ നമ്മൾ പറയാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പം നമ്മൾ പറയേണ്ടി വരികയാണ്. അമൽ കൃഷ്ണ, മൈക്ക് ഓഫ് ചെയ്യൂ. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12 എണ്ണം ഉണ്ട്. 12 എണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. അപ്പോൾ ഓരോന്നും കണ്ട എക്സ് വൈ സെഡ്, ഇവിടെ എക്സ് വൈ സെഡ്, ഇവിടെ എക്സ് വൈ സെഡ്, ഇവിടെ എക്സ് വൈ സെഡ്. അപ്പോൾ എക്സ് വൈ സെഡ് വരാൻ എന്ത് വേണമെന്ന് നോക്കുക. അതിൽ കുറവുള്ളത് നോക്കുക, അത് എഴുതി കൊടുക്കുക. അപ്പോൾ അതിന് പറ്റിയ ആൾട്ടർനേറ്റീവ് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുമ്പോൾ നമുക്ക് അറിയാം 3 ഉള്ളൂ, എക്സും വൈ സെഡും ഉള്ളൂ. അപ്പം 3 വീതമുള്ള ഗ്രൂപ്പുകളാക്കുമ്പോൾ ഏതാണ് അതിൽ വിട്ടുപോയത് അത് കണ്ടുപിടിക്കുക. അത് ഈ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. യെസ്. ഓക്കെ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 8ാമത്തെ ക്വസ്റ്റ്യൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. പെട്ടെന്ന് ആൻസർ അയക്കുക. ഓരോരുത്തർ അയക്കുന്ന ആൻസേഴ്സ് ഞാൻ നോക്കുന്നുണ്ട്. ഈ അനാമിക സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അനാമികൻ്റെ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ ഓരോരുത്തരുടെയും വീഡിയോയും ഓഡിയോയും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ഓഡിയോ ഓൺ ചെയ്യരുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ മറക്കരുത്. യെസ്. ഇതിൻ്റെ സീക്വൻസ് അറിയാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 1 കഴിഞ്ഞാൽ കണ്ട 2 6 24. ആഹാ, 1 6. നമ്മളിപ്പോൾ നമ്പർ സീരീസ് പഠിച്ചില്ലേ? 1 2 6 24. എന്താ പ്രത്യേകത? 1 × 2, 2 × 3, 3 × 4, then this × 5. അപ്പം ഇനി × 5 ആയിരിക്കും വരിക. 1നെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു, പിന്നെ 3 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു, ഇനി 5 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കുക. പക്ഷേ 120 120 ഇവിടെ പല സ്ഥലത്തും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ നോക്കണം. എനിക്ക് മനസ്സിലായില്ല. ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആദ്യം നോക്കി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നടുക്ക് വരാൻ പോകുന്ന നമ്പർ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ ശേഷം P R T V ഇതിൻ്റെ ഫസ്റ്റിൽ വരാൻ സാധ്യതയുള്ള അക്ഷരം കണ്ടുപിടിക്കുക.
3 ഉണ്ട് ഇവിടെ. നമ്മളെ ഈ ഒരു ഓരോന്നിലും 3 ഉണ്ട്. അതായത് 2 ലെറ്ററും അതിന്റെ ഇടയ്ക്ക് ഒരു 2 ലെറ്ററും അതിന്റെ ഇടയിൽ ഒരു നമ്പറും ഉണ്ട്. അപ്പൊ നമ്പർ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. ഇനി ഈ 2 ലെറ്ററുകളും നിങ്ങൾ കണ്ടുപിടിക്കുക. ക്രമത്തിൽ ഇങ്ങനെ നോക്കുക. PRTV ഇനി അടുത്തത് ഏതാവും? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൽഫബറ്റ് നന്നായിട്ട് പഠിച്ചിട്ട് വരണം. ഓരോന്നിൻ്റെയും പൊസിഷൻ അറിഞ്ഞിരിക്കണം, സ്ഥാനം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ചെയ്യും എങ്ങനെയാണ് ഒന്ന് കാണിക്കാം. നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച കുട്ടികൾ, ഇപ്പൊ നമ്മുടെ 9ാം ക്ലാസ്സിലൊക്കെ ഉള്ള ആളുകൾ ചെയ്യുന്നത്, 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള കുട്ടികൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അവർ ഓരോന്നിൻ്റെയും നമ്പർ ഇവിടെ എഴുതി വെക്കും. P എത്രയാണ്? P എന്ന് പറഞ്ഞാൽ 16 ആണ്. R എത്രയാണ്? 18 ആണ്. T എത്രയാണ്? 20 ആണ്. കണ്ടോ? 16, 18, 20. V എത്രയാണ്? 22 ആണ്. അപ്പൊ ഇനി ഓട്ടോമാറ്റിക്കായി 24 ആയിരിക്കും വരിക. 24 ഏതാണ്? X. അപ്പൊ എക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ്. പിന്നെ നമ്പർ ആണ് ഇനി അടുത്ത് നോക്കേണ്ടത്. ഇത് 2. 2നെ 3 കൊണ്ട് ഗുണിച്ചു, അപ്പൊ 6 കിട്ടി. ഇനി 6നെ 4 കൊണ്ട് ഗുണിച്ചു, 24 കിട്ടി. 24നെ 5 കൊണ്ട് ഗുണിച്ചു, അപ്പൊ ഇവിടുത്തെ സംഖ്യ കിട്ടി. അപ്പൊ നമുക്കറിയാം 24നെ 5 കൊണ്ട് ഗുണിച്ചാൽ 120. ഇനി ലാസ്റ്റത്തെയും കൂടെ കിട്ടണം. X120 എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? X120 ഇവിടെ വന്നിട്ടുണ്ട്, X120 ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നോക്കണം. ഇനി നമ്മൾ നോക്കുന്നത് ഇത് ഇനി ഇങ്ങോട്ട് നോക്കിയാൽ മതി. എന്താ വെച്ചാൽ F6 അത് 5, ഇത് 4, ഇത് 3. ഇനി ഏതായിരിക്കും വരിക? ഇല്ല, F എന്ന് പറഞ്ഞാൽ 6ാമത്തെ സംഖ്യയാണ്, 6ാമത്തെ ലെറ്റർ ആണ്. 5ാമത്തെ, 4ാമത്തെ, 3ാമത്തെ, 2ാമത്തെ എന്ന് പറയുമ്പോൾ B ആയിരിക്കും. യെസ്. അപ്പൊ ഫസ്റ്റ് യെസ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ സ്ഥാനം നന്നായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണം, അല്ലാതെ നമുക്ക് കിട്ടില്ല. യെസ്. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇതിന് ആൻസർ ഏതാണെന്ന് മനസ്സിലാവും. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. നമ്മൾ ചെയ്യുന്നിടത്തോളം നിങ്ങളുടെ സ്പീഡ് കൂടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യെസ്. അടുത്തത് ചൂസ് ദ റോങ് ടേം. ഇപ്പൊ സ്ക്രീൻ അത്യാവശ്യം ക്ലിയർ ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിലാണ് കുറച്ച് പ്രയാസം വന്ന്, അത് നമ്മളൊന്ന് റീകണക്ട് ചെയ്യുമ്പോൾ ശരിയാവും, കുഴപ്പമില്ല. എന്നാലും നമ്മൾ കുറച്ച് ബെറ്റർ തന്നെയാണ്. നമ്മളെ ഇന്നാളത്തെ പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്റർ ആണ്. യെസ്. റോങ് ടേം, ഇതിൽ ഏതോ ഒന്ന് റോങ് ആണെന്നാണ് പറയുന്നത്. ഈ റോങ് ടേം കണ്ടുപിടിക്കൽ ശരിക്കും പ്രയാസമാണ്, പക്ഷേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. ഓക്കെ. ഇനി നമ്മൾ ആലോചിക്കാം. പിയുടെ നമ്പർ, എല്ലാത്തിൻ്റെയും നമ്പർ എഴുതുകയാണെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. നമ്പർ എഴുതുക. അറിയാവുന്നവരൊക്കെ നമ്പർ എഴുതൂ. P3C. പിയുടെ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു 16. ആറിൻ്റെ നമ്പർ 18. ടിയുടെ നമ്പർ 20. വിയുടെ നമ്പർ 22. അപ്പൊ അതിൽ തെറ്റ് കാണുന്നില്ല. അപ്പൊ അതിൽ നമ്മൾ തെറ്റ് കാണുന്നില്ലല്ലോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നോക്കൂ. ഞാൻ ആ സൗണ്ട് ഉണ്ടാക്കുന്ന ആളെ തപ്പുകയാണ്. എന്നാലേ നമുക്ക് റിമൂവ് ചെയ്യണ്ടേ, അപ്പൊ അതിന് വേണ്ടിയിട്ട് തപ്പിയതാ. ഓക്കെ, ശരി. അടുത്തത് 3, 5. ഇവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ടോ? സാധ്യതയുണ്ട്, നമുക്ക് ഉറപ്പിക്കാനാവില്ല. ഓക്കെ. 3, 5, 9, 12. ശരിക്കും ഇവിടെ 3യും ഇവിടെ 2 കൂട്ടി അല്ലേ? ഇവിടെ 4 ആണ് കൂട്ടിയത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ 13 ആണ് വരേണ്ടത്. അപ്പൊ 13 വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ കൂട്ടുന്നിടത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ 2 കൂട്ടി, പിന്നെ നമ്മൾ 3 കൂട്ടണം. അപ്പൊ ഇവിടെ 8 കിട്ടും. 8ഉം പിന്നെ 4ഉം കൂട്ടുമ്പോൾ കറക്റ്റ് ആവും. അതായത് നമ്മളെ ഈ സീരീസിൽ 3, 5, 9, 12 എന്നുള്ളതിടത്ത് തെറ്റ് ഇവിടെ ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ 3യോട് കൂടി 2 കൂട്ടി, പിന്നെ 4 കൂട്ടിയ സ്ഥിതിക്ക് പിന്നെ 8 ആണ് കൂട്ടേണ്ടത്. പക്ഷെ അങ്ങനെ കൂട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഇതിൽ ഈ 9ഓ 12ഓ ഏതോ ഒന്ന് തെറ്റാണ്. അപ്പൊ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും ഇതാണ് തെറ്റ്. 9 ആണ്. കാരണം ഇവിടെ 2 കൂട്ടി, ഇവിടെ 3 കൂട്ടി, ഇവിടെ 4 കൂട്ടി. ഇപ്പൊ കറക്റ്റായി. അപ്പോൾ നമുക്ക് തെറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. T9I എന്നുള്ളതാണ് തെറ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഇതൊന്നും കൂടി പറയാമോ? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ. ഇതില് എന്താ തെറ്റ്? സർ നമുക്കിതിപ്പോ നോക്കിയാല് ഒരു മിനിറ്റ്. ഷെർവിൻ പറയൂ, എന്താണ് പിന്നെ R5F അല്ലേ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? ആ 5 6 ആക്കിയാല്
കറക്റ്റ് ആവൂലേ? കറക്റ്റ് ആവുമോ നോക്കട്ടെ ഒരു മിനിറ്റ്. 5 6 ആക്കിയാൽ കറക്റ്റ് ആവും. 3 6 9 12. ഓക്കെ റെഡി, കറക്റ്റ് ആവും. പിന്നെ ബാക്കിയുള്ളതൊക്കെ കറക്റ്റ് ആണോ? PRTV അത് കറക്റ്റ് ആണ്. CDEF ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ 1 മിനിറ്റ്. ഇത് 3, ഇത് 6, ഇത് 9, ഇത് 12. ഓ അതും കറക്റ്റ് ആണല്ലേ. ഓക്കെ അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ വരും. എന്തായാലും ഇത് 6 ആക്കിയാൽ R6F ആക്കിയാലും ഇത് സീരീസ് കറക്റ്റ് ആവും. ഇവിടെ ചെയ്താലും സീരീസ് കറക്റ്റ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് T8I കൊടുത്താലും സീരീസ് കറക്റ്റ് ആവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ 3 അല്ലേ, 3 2 5, 5 3 8, 8 4 12, ഈ 12. അപ്പോൾ 3 2 5, 5 3 8, 8 4 12. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇതിൻ്റെ ആ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില 2 ഓപ്ഷനുകൾ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ ഈ ചോദ്യം ഇട്ട ആളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇതേപോലെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പരാതി കൊടുക്കും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഒരു വിദഗ്ധ കമ്മിറ്റി പരിഗണിച്ചിട്ടാണ് പിന്നീട് നോക്കുക. ചിലപ്പോൾ 2നും ആൻസർ മാർക്ക് കൊടുത്തു എന്ന് വരും. പക്ഷേ ഇതും കറക്റ്റാണ്. ഷർവിൻ പറഞ്ഞ കറക്റ്റാണ്. ഇവിടെ 6 ആയി കഴിഞ്ഞാൽ പ്രശ്നം തീരും. ഓക്കെ, അപ്പോൾ റോങ് ടേം എന്നുള്ളത് ഇവിടെ 2 ഉത്തരം വരുന്നുണ്ട്, സമ്മതിച്ചു, അത് കറക്റ്റാണ്. ശരി, അപ്പോൾ നമ്മൾ ഇനി ചോദ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, സാധ്യത കുറവാണ്. ഇല്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഈ പറയൂ. ഇവിടെ V12L അതും ആവാലോ? V12L ആവൂല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? കാരണം P3C എന്നുള്ളതിന് 3നോട് 2 പ്ലസ് ചെയ്താല് 5 കിട്ടി, R5F കിട്ടും. R5Fനോട് 4 പ്ലസ് ചെയ്താല് T9 കിട്ടി. ഓക്കെ, ദെൻ പിന്നെ 8 കൂട്ടുകയാണെന്ന് പറയേണ്ടത്, 8 കൂട്ടണം എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ അങ്ങനെ ഓക്കെ റെഡിയാണ്. 3 into 2 minus 1. 2 plus 1. വേണ്ട അത്രക്കൊന്നും പോകണ്ട. ഈ ഒരു രീതിയിൽ ആലോചിച്ചാൽ തന്നെ മതി. കൂടുതൽ ആലോചിച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഇത് 12ന് പകരം 8 9 + 8 17 കൊടുത്താലും കറക്റ്റ് ആവുമെന്നാണ് പറഞ്ഞത്. കറക്റ്റാണ്. അപ്പോഴും സീരീസ് റെഡിയാവും. കാരണം 3 2 5, 5 4 9, 9 8 17 സീരീസ് റെഡിയാവും. കറക്റ്റാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ തർക്കിക്കാം നമുക്ക് അല്ലേ? യെസ്, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ നമ്മളുടെ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. കാണുന്നുണ്ടോ? പറയൂ. ഓക്കെ, ശരി. അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പിന്നെ വർക്ക് ചെയ്യണം. നാളെ ഇതിൻ്റെ ഒരു ചെറിയ എക്സാം ഉണ്ടാവും. സൂപ്പർ ബ്രെയിൻ ക്വിസ് നമുക്ക് അടുത്ത ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾ അവരുടെ കയ്യിലുള്ള ഗൈഡ് വെച്ചിട്ട് നന്നായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇതിപ്പോൾ ഫസ്റ്റ് ഘട്ടമായതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചോദ്യങ്ങൾ കൊടുക്കുന്നത്. 1-2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യിപ്പിക്കുക. അപ്പോൾ 8ാം ക്ലാസ്സിലെ കുട്ടികൾ ഇതെല്ലാം വീണ്ടും ഒന്നുകൂടി ചെയ്യുക. നാളെ വീഡിയോ കാണുക, ഒന്നുകൂടി ചെയ്യുക. മനസ്സിലാവുന്നില്ല ചോദിക്കുക. നമുക്ക് ഒരു ക്ലാസ്സിൽ ഇനിയും എടുക്കാം. നമ്മൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കാൻ നമുക്കൊരു മടിയുമില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മതി. പക്ഷേ ക്ലാസ്സിൻ്റെ ഇടയിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഭയങ്കര പ്രയാസം ഉണ്ടാവുന്നത്. അത് നിങ്ങൾ അല്പം ഒന്ന് ഡിസിപ്ലിൻഡ് ആവണം. ഇപ്പോൾ ഫസ്റ്റ് 2 ക്ലാസ് ആയതുകൊണ്ടാണ്. റെഡിയാവും. നിങ്ങൾ നല്ല കുട്ടികളാണ്, എനിക്കറിയാം. NMMS ഗൈഡ് ഉണ്ടോ? USS ഉണ്ട്. NMMS ഗൈഡ് ഉണ്ട്, ബുക്ക് സ്റ്റാളിൽ ഉണ്ടാവും. ഓക്കെ, പറയൂ. ഇനി എന്താ ഡൗട്ട്? പറയൂ സർ. ഇന്നത്തെ ചോദ്യം ഒന്ന് പറയാമോ? ഇന്നത്തെ ടെസ്റ്റിലെ അവസാനത്തെ ചോദ്യം ഒന്ന് വിശദീകരിക്കാമോ? ഒരു മിനിറ്റ് നോക്കാം. ഇന്നത്തെ ടെസ്റ്റിലെ അവസാനത്തെ ചോദ്യം ഞാൻ നോക്കട്ടെ. ഓക്കെ സർ, ആ ക്വസ്റ്റ്യൻ എന്നെ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞുതരൂ. അവസാനം മനസ്സിലായില്ല. ഏത് ക്വസ്റ്റ്യൻ? ഇപ്പൊ ചെയ്തോ? അവസാനത്തെ. അതൊക്കെ ഇനി നമ്മൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക കേട്ടോ. അറിയുന്നത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അവസരം ഉണ്ടല്ലോ, അതുകൊണ്ട് അതും കാണ്. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആലോചിക്കാം. പോരെ? അതുപോലെ. ഓക്കെ. ഞാനിവിടെ ഉണ്ടല്ലോ, എങ്ങോട്ടും പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആനന്ദ് കൃപാൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയട്ടെ. ഒരു മിനിറ്റ്. ഇതിപ്പോ എവിടെയാണ് ദൈവമേ? ഈ വലിയ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടക്കാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ വേണ്ടത്.
യെസ് സർ. ഓക്കെ, ഇതാണോ ക്വസ്റ്റ്യൻ? ഇതാണോ? കം ഈസ് ടു ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിട്ടുണ്ട്. അല്ല, ഇതാണോ? സ്ക്രീൻ നോക്കൂ. ഇതന്നെ സർ. കം ഈസ് ടു 36 ആസ് പ്രാങ്ക് ഈസ് ടു ഡാഷ്. അതല്ലേ ചോദ്യം? യെസ് സർ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ 10th-ലോ 9th-ലോ ഉള്ള ആരെങ്കിലും ഒന്ന് ഇതിന് ആൻസർ പറയൂ മക്കളെ പെട്ടെന്ന്. എല്ലാം ആഡ് ചെയ്താൽ മതി. നിനക്ക് എല്ലാരും കൂടെ പറയില്ലേ? എല്ലാരും കൂടെ ഒരാള് ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ട്. ബാക്കിയുള്ളവരൊക്കെ ആഡ് ചെയ്യണം. ഓരോന്നിന്റെയും നമ്പറുകൾ ആഡ് ചെയ്താൽ കിട്ടൂലേ? ഓക്കെ, എന്നാ ഞാൻ ചെയ്യാം. നിങ്ങൾ മിണ്ടാതെ ഞാൻ ചെയ്യാം. കം, കാണുന്നില്ലല്ലോ നമ്മുടെ എഴുതാനുള്ള സാധനം എവിടെ പോയി? കം. ഓക്കെ, കം എന്നുള്ളത് നമ്പറുകൾ ആഡ് ചെയ്യുക. ആനന്ദ് കൃപാൽ ശ്രദ്ധിക്കുക, ഇത് 3 ഇതിന്റെ നമ്പർ കാണാതെ അറിയണം, പെട്ടെന്ന് നമുക്ക് കിട്ടണം. O 15 M 13 ഇത് 5. പല കുട്ടികളും നിങ്ങൾക്കറിയാം എക്സാം പേപ്പറിൽ ബാക്കിൽ എഴുതിയിട്ട് ഇങ്ങനെ എണ്ണിയെടുക്കും. ഒരു കാര്യമില്ല, സമയം ഒരുപാട് പോകും. 3 15 18 18 13 31 31 5 36 36 കിട്ടി. ഇനി ഇതേപോലെ പ്രാങ്ക് അല്ലേ, പ്രാങ്ക് PRANK. അപ്പോ P എന്ന് പറഞ്ഞാൽ 16, R എന്ന് പറഞ്ഞാൽ 18, ഇത് 1 ഇത് 14, ഇത് 11. K 11 അല്ലേ? യെസ് 11. അപ്പൊ കൂട്ടിയാൽ എന്ത് കിട്ടും? 34 35 49 60. അപ്പാടെ കൂട്ടിയാൽ 60 കിട്ടും. യെസ്, ആൻസർ ഈസ് 60. സർ, പറയൂ. ഒരു ഡൗട്ട് ഉണ്ട് സർ. പെട്ടെന്ന് ചോദിക്കൂ. സർ, കം എന്നുള്ളത് 4 ലെറ്റർ ഇല്ലേ? അപ്പൊ 4 + 2 6. അപ്പൊ 6 × 6 36. അങ്ങനെ വന്നിട്ട് പ്രാങ്ക് വരുമ്പോ പ്രാങ്കിന്റെ ലെറ്റർ 5 + 2 7 7 × 7 49 വരില്ലേ സർ? ഓക്കെ, വരാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ അതിന്റെ ക്വസ്റ്റ്യൻ ഇടുന്ന ആള് ഉദ്ദേശിച്ച ഒരു ഉത്തരം ഉണ്ടാവും. അതിനാണ് മാർക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് പെട്ടെന്ന് നോക്കിയാൽ ഏതാണ് വരുന്നത് അത് ആണ്. ഇതിൽ 49 ഉള്ളതുകൊണ്ട് ഇത് ഡൗട്ട്ഫുൾ ആണ്. 49 മിക്കവാറും ഇങ്ങനത്തെ ഇതിലൊന്നും അങ്ങനെ വേറെ ആൻസർ വരാനുള്ള സാധ്യത കുറവാണ്. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എക്സാം കഴിയുമ്പോൾ അത് ചർച്ചയുണ്ടാവും. ഒരു കുറച്ചാൾ കൂടിയ പാനൽ രണ്ടിനും മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കും. ഇതൊക്കെയാണ് സാധാരണ വരാറ്. ഓക്കെ, പറഞ്ഞത് കറക്റ്റ് ആണ്. 49 വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം. യെസ്, അതിൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് ആലോചിക്കുക, വർക്ക് ചെയ്യുക, ഇതേ ചോദ്യങ്ങൾ വീണ്ടും ചെയ്യുക. ഇതേ ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ ചെയ്യും. നിങ്ങൾക്ക് അറിയാത്തതൊക്കെ ഗ്രൂപ്പിൽ ഇട്ടോളൂ. അത് ചെയ്യാൻ നമ്മുടെ മിടുക്കന്മാരായ നമ്മുടെ കുട്ടികൾ ഉണ്ടാവില്ലേ, നമ്മുടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ക്ലിയർ ആണോ? സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ. ഡൗട്ട് പെട്ടെന്ന് പറയൂ. ഇന്നത്തെ ടെസ്റ്റില് 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഇനിയും വേണോ 11ാമത്തെ ക്വസ്റ്റ്യൻ? അതേതാ മക്കളെ ക്വസ്റ്റ്യൻ? ഒരു മിനിറ്റ്, പെട്ടെന്ന് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സാർ, അതുപോലെ ഇന്നത്തെ ടെസ്റ്റിലെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി. അതന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ഇതാണോ? ഗ്രേറ്റ് അല്ലേ? ഇതല്ലേ? അതെ സാർ. ഇത് വളരെ സിമ്പിൾ. നമ്മളെ പിന്നെ ആരാ പറയുക? റിസ നമ്മുടെ ക്ലാസ്സിലുണ്ടോ? റിസ ഇല്ല സർ, ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞു. വെരി ഗുഡ്, പറഞ്ഞു. ഇതില് ഗ്രേറ്റ് എന്ന വാക്കിന് 5 അക്കങ്ങളാണ്, 5 അക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പൊ 5ന്റെ സ്ക്വയർ 25. വെരി ഗുഡ്. നമ്പർ എന്ന വാക്കിന് 6 ആണ്. അപ്പൊ 6ന്റെ സ്ക്വയർ 36. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. നമ്മളിവിടെ സമയം കളയേണ്ട കാര്യമില്ല. എല്ലാവർക്കും സംശയമുള്ളതാണ് ഞാൻ നമ്മൾ അവസാനിപ്പിക്കുന്ന സമയം ഒരുപാട് ലേറ്റ് ആയി, വരാൻ തുടങ്ങി. ഞാൻ ഇന്ന് തൃശ്ശൂർ പോയി വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കാം. അപ്പോ എല്ലാവർക്കും നമ്മൾ ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്.